നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ കിഴക്കേനടയ്ക്ക് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ കിഴക്കേനട പാലക്കുഴിക്ക് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. താന്യം കുറ്റിക്കാട്ട് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കൊല്ലംകുളങ്ങര കൊച്ചു മകൻ വിനോദാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് ശാന്തി പാലസ് ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ ആക്സിൻ്റെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം അശ്വിനി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 30 വർഷമായി മേൽശാന്തി സേവനം അനുഷ്ഠിക്കുന്ന TM വ്യാസകൃഷ്ണൻ എമ്പ്രാന്തിരി ഔദ്യോഗികമായി സർവീസിൽ നിന്നും വിരമിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീകൃഷ്ണ ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെയും ദേശക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് IJ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പെരുവനം ദേവസ്വം ഓഫീസർ രാജകുമാർ നമ്പൂതിരി, മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, മേഴത്തൂർ സുദർശൻ അഗ്നിഹോത്രി, തൃപ്രയാർ കപിലാശ്രമം അധ്യക്ഷൻ തേജസ് സ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ശ്രീലത പ്രേംകുമാർ, ലത, ഷീന, KT ചന്ദ്രൻ, സാവിത്രി, വ്യാസൻ എന്നിവർ സംസാരിച്ചു. ഇത്രയും നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി, പിന്തുണയോടുകൂടി ഇത്രയും ഭംഗിയായി ഒരു യാത്രയയപ്പ് ചടങ്ങ് ആദ്യമായിട്ടാണ്. അത് അദ്ദേഹം കഴിഞ്ഞ 30 വർഷമായി ഇവിടുത്തെ ശ്രീകൃഷ്ണനെ ആത്മാർത്ഥമായി ഭജിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അവിടെ വരുന്ന ഭക്തജനങ്ങളെ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട്, അവരുടെ പ്രശ്നങ്ങളെ കേട്ടുകൊണ്ട് അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് തൻ്റെ ജോലിയോടൊപ്പം ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ പങ്കെടുത്തതിൻ്റെ തെളിവാണ് ഇന്നിവിടെ കാണുന്ന ഭക്തജന കൂട്ടായ്മ. ക്ഷേത്രങ്ങൾ ഇപ്പം ഉണ്ട്. അവിടെയെല്ലാം ഈ പറഞ്ഞ പോലെ ഓരോ മാസം 30-ാം തീയതി ആകുമ്പോൾ ജീവനക്കാർ അവരുടെ സേവനകാലം കഴിഞ്ഞ് പിരിഞ്ഞു പോവും. ആ ദേവസ്വത്തിൽ കീഴിലുള്ള ജീവനക്കാരും കുറച്ച് നാട്ടുകാരൊക്കെ ചേർന്ന് സാധാരണയായി യാത്രയയപ്പ് നൽകുക അതൊരു ചടങ്ങാണ്. അത് ഏത് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോഴും പ്രായം ഒരു ഘടകമാണ്. പ്രായം നിശ്ചയിക്കുന്ന ദിവസം സേവനം അവസാനിപ്പിച്ചു പോകണം. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കം കുറിച്ചു. ഏപ്രിൽ 27 വരെയാണ് സപ്താഹം. സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈസ്റ്റർ ആഘോഷം കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്കൊപ്പം വട്ടേപ്പം മുറിച്ചും ഭക്ഷണം പങ്കുവച്ചും ആഘോഷിച്ചു. കാരുണ്യയിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ബംഗാൾ കൃഷ്ണ രൂപത ബിഷപ്പ് സെക്രട്ടറിയും പുത്തൻപീടിക ഇടവകാംഗവുമായ റവറൻഡ് ഫാദർ റാഫേൽ KA വട്ടേപ്പം മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ജെസി വർഗീസ്, ലൂയിസ് താണിക്കൽ, വർഗീസ് KA, ഷാലി ഫ്രാൻസിസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ പ്രസംഗിച്ചു. And give us new hope and new life. And this old age home makes us think about our own
life, and we need to share what we have with others to make others happy. And I am happy to be here to share this on this occasion, on this great day of Easter, and which brings us together. കൈവശ സ്ഥലത്ത് സ്ഥാപിച്ച കുരിശ് വനപാലകർ പൊളിച്ചുമാറ്റിയ നടപടി നിയമവിരുദ്ധവും ക്രൈസ്തവ വിശ്വാസത്തോടുള്ള അവഹേളനവും മതസ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനവുമാണെന്ന് പഴുവിൽ ഫൊറോന കത്തോലിക്ക പറഞ്ഞു. വന്യമൃഗങ്ങളെയും വനപാലകരെയും നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന വനം വകുപ്പ് തികഞ്ഞ പരാജയമാണ്. ജനങ്ങളുടെ കൈവശഭൂമിയിലെ ക്രിസ്ത്യൻ മതപ്രതീകങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും നശിപ്പിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടികൾക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നു. ഈ വിഷയത്തിൽ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ നിശബ്ദത പാലിക്കുന്നത് അപലപനീയമാണ്. നിയമവിരുദ്ധവും മതസ്പർദ്ധ വളർത്തുന്നതുമായ രീതിയിൽ പരിധി വിട്ട് പ്രവർത്തിക്കുന്ന വനപാലകർക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഒറീസയിൽ ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റെയിനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിലും രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾക്കും തടയിടാൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്നും ഫൊറോന സമിതി ആവശ്യപ്പെട്ടു. ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോയ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. ഫൊറോന പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഓസ്റ്റിൻ പോൾ, ജോസഫ് ബിജു, പൈലി ആന്റണി, മേജി തോമസ്, ജോബി ജോസ്, ജെസ്സി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിലെ അച്ഛനമ്മമാർക്കൊപ്പം എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘടന ഈദുൽ ഫിത്തർ, വിഷു, ഈസ്റ്റർ ആഘോഷം നടത്തി. കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്രതാനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തീകരിച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ വലിയ മാതൃകാവുന്ന വർത്തത്തിലുള്ള ഒരു ദിവസം തരുന്നു. നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊന്നും ആഘോഷങ്ങളില്ലാതെ കടന്നു പോകുന്ന ചില ആളുകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ. അവരെ നോക്കാൻ അവരെ ആ ആഘോഷത്തിൻ്റെ ഒരു ചെറിയ അരികത്ത് കൂടി പോകുവാൻ, അല്ലേ, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സന്തോഷം തോന്നുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ, അതിനാണ് മധു പണിക്കശ്ശേരിയിൽ ഒരു ശേഷമുള്ള ആളുകളുടെ വർത്തമാനവും ഭക്ഷണവും ഈ കൂടിയിരുപ്പും എല്ലാം നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ മുഖ്യ അതിഥിയായി. ഷഹീദ് പുതിയ വീട്, ബെന്നി ആലപ്പാട്ട്, നൌഷാദ് പാട്ടുകുളങ്ങര, ആദർശ് MV, നൌഷാദ് MV, മോഹനൻ ഇടശ്ശേരി, ദിനേശ് കൊല്ലാറ, ഷാജു KS എന്നിവർ സംസാരിച്ചു. മധു പണിക്കശ്ശേരിയുടെ സാക്സോഫോൺ വായനയും കുട്ടൻ പാലപ്പെട്ടിയുടെ തകിലും പരിപാടിയെ ആകർഷകമാക്കി. തുടർന്ന് ദിലീപ് കഴിമ്പ്രം, അശ്വതി ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗാനവിരുന്നും ആൽഫയിലെ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള സ്നേഹവിരുന്നും നടന്നു. ചാഴൂർ ജുമാ മസ്ജിദിൽ മാസം തോറും നടത്തിവരുന്ന നാരിയത്ത് സ്വലാത്തിൻ്റെ 25ാം വാർഷികം ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടത്തി. സയ്യിദ് സൈഫുദ്ദീൻ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് മൗലാന സയ്യിദി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് KB നൂറുദ്ദീൻ അധ്യക്ഷനായി. മഹല്ലിൽ നിന്ന് ആത്മീയ ബിരുദം കരസ്ഥമാക്കിയ മൻസൂർ ഫാളിലി, മുഹമ്മദ് മുസ്തഫ, ഷനിദ് കാമിൽ അസ്ഹരി, മഖ്ദൂം സയ്യിദി, നഫീസത്തുൽ മിസ്രിയ, സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് എന്നിവരെ ആദരിച്ചു. സുലൈമാൻ അൻവർ മുഖ്യ അതിഥിയായി. സ്വലാത്ത് കമ്മിറ്റി കൺവീനർ KA ബഷീർ മാസ്റ്റർ, ഷാക്കിർ ഫൈസി, ലത്തീഫ് സുഹരി, TM ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മഹല്ലിലെ മുഴുവൻ വീടുകളിലേക്കും ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു.
ഈ ലോകത്തുള്ള മുഴുവൻ പടപ്പുകളും അവന് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിന് കഴിയില്ല. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും വിപത്ത് ആപത്ത് വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ ഈ ഭൂലോകത്തുള്ള ഒരു യന്ത്രത്തിനും മന്ത്രത്തിനും തന്ത്രത്തിനും കഴിയുകയില്ല എന്നർത്ഥം കുറിക്കുന്ന ഒരു വാചകമാണ് അദ്ദേഹം എഴുതി വെച്ചത്. യഥാർത്ഥത്തിൽ ഒരു സുശക്തമായ ഈമാനിന്റെ ഭാഗമാണത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബഊൻ. ഈമാൻ 70-ൽ പരം ശാഖകളാണ്. ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനുശേഷം തുടർന്ന് ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഈ മഹല്ലിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മഹല്ലിൻ്റെ പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നോട് സഹകരണം ആവശ്യപ്പെടുമ്പോൾ എനിക്ക് വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ മഹല്ലിൻ്റെ അത് അള്ളാഹുവിൻ്റെ നിമിത്തമാണ്, എൻ്റെ കഴിവൊന്നുമല്ല, ഒരുപാട് കാര്യം ചെയ്യാൻ കഴിഞ്ഞു, ഇനി തുടർന്ന് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന വിഷയം CPI തളിക്കുളം ലോക്കൽ സമ്മേളനം നടന്നു. പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് സുബിൻ സൂചിപ്പിക്കുകയുണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ഈ വർഷം സെപ്റ്റംബർ അവസാന വാരത്തിൽ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നായിട്ടുള്ള ചണ്ഡീഗഡിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനങ്ങൾ ഇപ്പോൾ രാജ്യമാസകലം നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഇത്തവണ നടക്കാൻ പോകുന്നത് ആലപ്പുഴയിലാണ്. പുന്നപ്പറ വയലാർ സമരത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള അധ്യായങ്ങൾ രചിച്ച ആ ഭൂമിയിലാണ് പാർട്ടി സംസ്ഥാന അജിത നാരായണൻ അധ്യക്ഷയായി. മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, കിഷോർ കുമാർ, സ്വർണലത, ഗീതാ ഗോപി, സുബിൻ നാസർ, രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തളിക്കുളത്ത് പ്രകടനവും നടന്നു. പുഴയിൽ കക്ക വാരുന്നതിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. കിഴപ്പിളിക്കര കലങ്കരമാട് പരേതനായ ചക്കാണ്ടി കുട്ടപ്പൻ്റെ മകൻ ബിജുവാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. കാട്ടൂരിൽ കനോലി കനാലിനോട് ചേർന്നുള്ള ഭാഗത്ത് ഞായറാഴ്ച രാവിലെയാണ് സംഭവമുണ്ടായത്. അമ്മ അമ്മിണി, സഹോദരങ്ങൾ മണികണ്ഠൻ, ഉല്ലാസ്, ജയന്തി, ചന്ദ്രിക, ഷീജ. ഇടവേള. ഈ അവധിക്കാലം ഉത്സവമാക്കാം ITDCയോടൊപ്പം. കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് അംഗീകൃത പഠന കേന്ദ്രമായ വലപ്പാട് ITDCയിൽ മൾട്ടിമീഡിയ, ആനിമേഷൻ, ഗ്രാഫിക്സ്, വെബ് ഡിസൈൻ തുടങ്ങിയ നിരവധി IT കോഴ്സുകൾ ഈ അവധിക്കാലത്ത് ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ 1 മുതൽ +2 വരെയുള്ള സ്റ്റേറ്റ് ആൻഡ് CBSE വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും ട്യൂഷൻ ITDCയിൽ നൽകുന്നുണ്ട്. പഠനത്തിൽ ഇത്തിരി പുറകിലാണെങ്കിലും പ്രശ്നമില്ല. മാത്സ്, സയൻസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും കൃത്യമായി ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ ക്ലാസുകൾ സഹായിക്കും. മ്യൂസിക്, ഡ്രോയിങ്, അബാക്കസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, പിന്നെ ഡാൻസ് ക്ലാസുകളും. പഠനം മാത്രമാക്കാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നു. കോഴ്സ് അവസാനം അടിപൊളി ഒരു ട്രിപ്പും കൂടെ ആവുമ്പോൾ കെങ്കേമോ. അപ്പോ വേഗം പോരെ, നമുക്ക് ഒരുമിച്ച് കളിച്ച് പഠിച്ച് പൊളിക്കാം. ITDCയിൽ ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. ജോയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്തോളൂ. അക്കിലോല പൂവൻ കുത്തി കണ്ണീലോല ക്ലിം അത്തിപ്പഴം കൊത്തിത്തുന്നു തത്തമ്മ. ഓ അപ്പൊ സി എന്താണത്? ഇത് എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യാണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയോ? നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലൊക്കെ കഴിഞ്ഞു.
ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ്. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്.
കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വാടാനപ്പള്ളി 14-ാം വാർഡിൽ 41 നമ്പർ അംഗനവാടിയിലെ രേണുക ടീച്ചർക്ക് ALMC കമ്മിറ്റി യാത്രയയപ്പ് നൽകി. 22 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ടീച്ചർ വിരമിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആശ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ AT ഷബീർ അലി, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, സന്തോഷ് പണിക്കശ്ശേരി, VM മുഹമ്മദ് സമാൻ, സഫുറ മനാഫ്, KV വെല്ലുണി, ഗോകുൽദാസ്, മിനി ശിവാനന്ദൻ, ജമീല, സജിത ഉമേഷ്, അംഗനവാടി ഹെൽപ്പർ സജിഷ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇപ്പോൾ ഇങ്ങനെ വിഷമിച്ച് പോകണതേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല ഫലിതമാണ്. വീടിൻ്റെ ഉള്ളിൽ നല്ല സന്തോഷം ഉണ്ടാവും. ബാക്കിയുള്ള ജീവിതം ഏറ്റവും നന്മയുള്ളതും ഏറ്റവും സന്തോഷപ്രദവുമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു. അന്തിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച രാത്രി 11:30 ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാടൻ കാർമ്മികത്വം വഹിച്ചു. പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ദൃശ്യാവിഷ്കാരം ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങളുടെ മുഖ്യാകർഷണമായി. തുടർന്ന് യേശുവിൻ്റെ തിരുരൂപം വഹിച്ചു കൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു. തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാനയും പിതൃവേദിയുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്നും നടന്നു. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ ധന്യ, സിസ്റ്റർ സത്യ, സിസ്റ്റർ എൽസി, കൈക്കാരന്മാരായ ജോസഫ് താണിക്കൽ, റാഫേൽ കുരുതുകുളങ്ങര, ജോണി ചിരിയങ്കണ്ടത്ത്, KCYM അംഗങ്ങൾ, പിതൃവേദി അംഗങ്ങൾ, ദർശന സഭാ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP യോഗം വലപ്പാട് ശാഖയുടെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസന ലഹരി വിരുദ്ധ ക്ലാസും എൻഡോമെന്റ് വിതരണവും പുസ്തക വിതരണവും നടന്നു. ശാഖ ഓഫീസിൽ നടന്ന പരിപാടി വലപ്പാട് മണപ്പുറം ഋദ്ധി ജ്വല്ലറി MD സുഷമ നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളികളുടെ ഇന്ത്യയൊട്ടാകെ അദ്ദേഹം പ്രസിദ്ധനാണെങ്കിലും പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ. നമ്മളെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആ മഹത് വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവര് ഇന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല. ഇന്ന് അദ്ദേഹത്തിന്റെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് ദൈവദശകം എന്നത്. അത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല, അത് പല ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പല ഭാഗങ്ങളിലും അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. വളരെയധികം അർത്ഥവ്യാപ്തിയുള്ള ആ ഒരു ദൈവദശകം നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ നമ്മുടെ സ്വാഗതം ആശംസിച്ച അദ്ദേഹം പറയുകയുണ്ടായി, ഗോപാലൻ സർ പറയുകയുണ്ടായി, അത് എല്ലാ വിദ്യാർത്ഥി അല്ലെങ്കിൽ എല്ലാ കൊച്ചുമക്കളും അത് ദിവസവും അത് അവരുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കവിത SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ഫാസിൽ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു.
ഇന്ദ്രസേനൻ വ്യക്തിത്വ വികസന ക്ലാസ് നയിച്ചു. ശാഖാ പ്രസിഡന്റ് നീതു ഏങ്ങൂർ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി KV ജയരാജൻ മാസ്റ്റർ എൻഡോമെന്റ് വിതരണവും നോട്ടുപുസ്തകത്തിന്റെ വിതരണവും നടത്തി. ശാഖാ സെക്രട്ടറി ഗോപാലൻ വേളയിൽ, വൈസ് പ്രസിഡന്റ് രാഹുലൻ വേളയിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജോയ് എരണയെഴുത്ത്, ഹരിനാഥ് കരുവത്തിൽ, സന്ദീപ് മാരാത്ത്, കൃഷ്ണകുമാർ പണിക്കെട്ടി, സുരേഷ് ചെരുവിൽ, ജോഷി മൂത്താമ്പറമ്പിൽ, സിജി സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു. CPI അന്തിക്കാട് ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സ്മൃതി പതാക ദിനം നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അത് കൂടുതൽ ഉറക്കെ നമ്മുടെ ജനങ്ങൾ പറയേണ്ടതുണ്ട് എന്നതാണ് സാറിന് സൂചിപ്പിക്കുന്നത്. ആ ഒരു വലിയ പൈതൃകം ഇവിടെ ഇരിക്കുന്ന ഓരോ സാറിൻ്റെയും കുടുംബങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പൈതൃകങ്ങളുടെ സാധ്യതയാണ്. നമ്മുടെയൊക്കെ കാരണന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ CPIയും തൊഴിലാളി യൂണിയനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഈ നാടിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുകയും ചെയ്തിട്ടുള്ള സാധനം. ആളുകളുടെ പേരുകളാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അവരെല്ലാം സ്മരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ആ പേരുകൾ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ കുടുംബങ്ങളൊക്കെയുള്ള എന്നേക്കുമുള്ള കടപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ആ സാഹചര്യങ്ങളുടെ പേരുകൾ എന്നും സ്മരിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് KM കിഷോർ കുമാർ, TK മാധവൻ, CK കൃഷ്ണകുമാർ, അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി TM സലീഷ്, ഷിബിൻ VS, MK അനിൽകുമാർ, K വിജയൻ, ഷിബു കൊല്ലാറ, വൈശാഖ് അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. നാട്ടിക ചെമ്പിപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കളമ്പാട്ട് മഹോത്സവം നടന്നു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, ദേവിക്ക് രൂപക്കളം, ഉച്ചയ്ക്ക് മുത്തപ്പന് രൂപക്കളം, പ്രസാദൂട്ട്, വൈകിട്ട് അഷ്ടനാഗക്കളം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി TK സുധൻ, മേൽശാന്തി ലാൽ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് CP രാമകൃഷ്ണൻ, സെക്രട്ടറി CK ഗോപകുമാർ, ട്രഷറർ അഡ്വക്കേറ്റ് CV വിശ്വേഷ്, രക്ഷാധികാരികളായ CR അശോകൻ, CK പാറൻകുട്ടി, വൈസ് പ്രസിഡന്റ് CK അശോകൻ, സെക്രട്ടറി CG സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക വലിയപുരയ്ക്കൽ തോട്ടുപുര ശ്രീ വിഷ്ണുമായ ഭദ്രകാളി ക്ഷേത്രത്തിൽ രൂപക്കളങ്ങൾ നടന്നു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, ദൈവത്തിന് കളം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ഗുരുമുത്തപ്പന് കളം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, രാത്രി ആലപ്പാട് ശ്രീ ശാസ്ത വനിതാ കാവടി ചിന്തുപാട്ട് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചിന്തുപാട്ട്, രൗദ്രം കലാസമിതിയുടെ ശിങ്കാരിമേളം, തുടർന്ന് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ എഴുന്നള്ളിപ്പ്, രൂപക്കളം എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് അശോകൻ തോട്ടുപുര, സെക്രട്ടറി ജയപ്രകാശ് തോട്ടുപുര, ട്രഷറർ കിരൺലാൽ തോട്ടുപുര, ഭാരവാഹികളായ സജിൻ ബൈജു, ദിജിൻ, ദിലീപ് കുമാർ, പ്രിയ ജയപ്രകാശ്, ബിജു രാമചന്ദ്രൻ, രഹന ബിനീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും തനിമയോടെയും ഹൃദ്യമായും ചിത്രീകരിച്ച കരുണാമയൻ എന്ന വീഡിയോ ഈസ്റ്റർ ദിനത്തിൽ ശ്രദ്ധ നേടി. നിരവധി വീഡിയോ ആൽബങ്ങളുടെ സംവിധായകനായ യൂസഫ് കച്ചേരിയാണ് ഈ ആൽബം പുറത്തിറക്കിയത്. മുൻപ് ആടുജീവിതം സിനിമയിലെ പെരിയോനെ എന്ന ഗാനത്തിൻ്റെ വീഡിയോ ചെയ്തും യൂസഫ് കച്ചേരി ശ്രദ്ധ നേടിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ കിഴക്കേ നടയ്ക്ക് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.